നമ്മൾ അഫൈൻ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ മൂന്ന് ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു. സ്ട്രെയിറ്റ് ലൈൻസ് ടു സ്ട്രെയിറ്റ് ലൈൻ മാപ്പ് ചെയ്യും, പാരലൽ സ്ട്രെയിറ്റ് ലൈനിനെ പാരലൽ സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാപ്പ് ചെയ്യും, പ്രിസർവ്സ് ദി റേഷ്യോ ഓഫ് ലെങ്ത്സ് അലോങ് എ ഗിവൻ സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു. അത് നമ്മളവിടെ പ്രൂവ് ചെയ്തത് പാരലൽ പ്രൊജക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. എല്ലാ പാരലൽ പ്രൊജക്ഷൻസും അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് പാരലൽ പ്രൊജക്ഷന്റെ പ്രോപ്പർട്ടീസ് ഇതിനുണ്ടാകുന്നു. അങ്ങനെ പാരലൽ പ്രൊജക്ഷൻ വിഷ്വലി ആണ് നമ്മളത് പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ ആ മൂന്ന് പ്രോപ്പർട്ടീസിന്റെയും ഓൾജിബ്രൈക് പ്രൂഫാണ് കൊടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് സ്ട്രെയിറ്റ് ലൈൻസ് ടു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ L കൺസിഡർ ചെയ്യുന്നു. Straight line L passing through the point P and in the direction of vector A. So ഇവിടെ P ഉണ്ടെങ്കിൽ P plus lambda A ഇവിടുത്തെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി ഞാൻ ഇവിടുന്ന് ഒരു അഫൈൻ ട്രാൻസ്ഫോർമേഷൻ T കൺസിഡർ ചെയ്യുന്നു. L എന്ന് പറയുന്ന ലൈനിന് നമുക്ക് ഇങ്ങനെ define ചെയ്യാം. Collection of points of the form P plus lambda A where lambda belongs to R. Lambda vary ചെയ്യുന്നതിനനുസരിച്ച് ഇതിലത്തെ ഓരോരോ പോയിന്റ്സും നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് L. ഇനി അഫൈൻ ട്രാൻസ്ഫോർമേഷൻ T ഫ്രം R2 to R2 കൺസിഡർ ചെയ്യാണ്. മാപ്പിംഗ് ഇങ്ങനെയാണ്: T of x equal to AX plus B. ഇനി നമുക്ക് ഈ P plus lambda ഈ ലൈനിലുള്ള ഈ പോയിന്റിന്റെ ഇമേജ് അണ്ടർ T കിട്ടണം. അതിന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. T of P plus lambda A. T of P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AP plus B ആണ്. സോ ഇവിടെ Pക്ക് പകരം P plus lambda A കൊടുക്കുക. സോ A of P plus lambda A plus B. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. AP plus B plus lambda AA. അതിനെ മാറ്റി എഴുതുക. സോ AP plus B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ T of P ആണ്. സോ ദിസ് ഇസ് T of P plus lambda AA. So image of L is the set of all is the set T of L is equal to ഇങ്ങനെയുള്ള പോയിന്റ്സുകളുടെ കളക്ഷൻ ആയിരിക്കും. T of P plus lambda AA where lambda belongs to R. ലാംഡ ആറിൽ വേരി ചെയ്തതിനനുസരിച്ചിട്ട് ഈ T of P plus lambda AA represents a straight line which passes through T of P and in the direction of the vector AA. സോ നമ്മൾ പ്രൂവ് ചെയ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് ചെയ്യും. നെക്സ്റ്റ് പ്രോപ്പർട്ടി അഫൈൻ ട്രാൻസ്ഫോർമേഷൻ മാപ്പ് സ്ട്രെയിറ്റ് ലൈൻ ടു സ്ട്രെയിറ്റ് ലൈൻ. നേരത്തെ പോലെ തന്നെ ഞാൻ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുന്നു. പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് L1ഉം L2ഉം. പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും. ഡയറക്ഷൻ A എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ആണെന്ന് എടുക്കുക. ഇതിലത്തെ രണ്ട് പോയിന്റ്സ് എടുക്കുക, Pയും Qവും. സോ ഇതിലത്തെ ഏത് പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഫോം P plus lambda A for some lambda belongs to R ആയിരിക്കും. സോ L1 എന്ന് പറയുന്ന ലൈന് ഇതാണ്. L2 എന്ന് പറയുന്ന ലൈന് Q എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന A ഡയറക്ഷനുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L2 is equal to set of all points Q plus lambda A, lambda belongs to R ആണ്. നേരത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T of P plus lambda AA where lambda belongs to R. ഇതാണ് ഈ L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമേജ്. L2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇമേജ് T of Q plus lambda AA such that lambda belongs to R. ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇനി പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. T of P എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന AA എന്ന് പറയുന്ന ഡയറക്ഷനിലുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷന്റെ ഫോമാണിത്. ഇത് T of Q എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന AA എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ AA ആണ്. അതുകൊണ്ട് രണ്ടും പാരലൽ ആണ്. സോ പ്രൂഫ് ഈസ് കംപ്ലീറ്റഡ്.
അടുത്ത തേർഡ് പ്രോപ്പർട്ടിയാണ്. തേർഡ് പ്രോപ്പർട്ടി നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് അഫൈൻ ട്രാൻസ്ഫർമേഷൻ പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് എ ഗിവൻ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഞാൻ പ്രൂവ് ചെയ്യും അഫൈൻ ട്രാൻസ്ഫർമേഷൻ പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പ്രൂവ് ചെയ്യാം. പാരലൽ ഏത് ലൈൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് അതിനോട് തന്നെ പാരലൽ ആയതുകൊണ്ട് ഇങ്ങനൊരു റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇത് ഇതായിരിക്കും, ഇത് ഹോൾഡ് ചെയ്യും, ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും, ഇത് ഉണ്ടെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും. സോ ഇവിടെ രണ്ട് പാരലൽ ലൈൻസ്, അതിൽ എ ബി സി ഡി, ഈ റേഷ്യോ എ ബി ബൈ സി ഡി എന്ന് പറയുന്ന റേഷ്യോ അഫൈൻ ട്രാൻസ്ഫർമേഷനിൽ പ്രിസർവ് ചെയ്യുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് എ ബി ബൈ സി ഡി ഇസ് ഈക്വൽ ടു എ ഡാഷ് ബി ഡാഷ് ബൈ സി ഡാഷ് ഡി ഡാഷ്, ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ലൈൻ സെഗ്മെൻറ്റ് എൽ എടുക്കുന്നു. എടുക്കുമ്പോൾ അതിലത്തെ ഒരു പോയിന്റ് പറയണം, സേ പി എന്ന് പറയുന്ന പോയിന്റ്. ഇതിന്റെ ഡയറക്ഷൻ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷനാണ്. അതിലുള്ള അങ്ങനെയാണെങ്കിൽ ആ ലൈൻ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ പി പ്ലസ് ലാംഡ എ സിസ് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ആർ. ഇനി ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ ടി കൺസിഡർ ചെയ്യുന്നു. അണ്ടർ ടി ഈ എല്ലിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ടി ഓഫ് പി പ്ലസ് ലാംഡ എ എ സിസ് ദാറ്റ് ലാംഡ ബിലോങ്സ് ടു ആർ. അതായത് വിച്ച് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ടു ടി ഓഫ് പി ആൻഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് എ വെക്ടർ എ എ. എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് വെക്ടറാണ്. എ എടുക്കുന്നത് യൂണിറ്റ് വെക്ടർ ആയിട്ടാണ്. ഇനി ഞാൻ ഈ ലൈൻ എല്ലിൻ്റെ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. സെഗ്മെൻറ്റിൻ്റെ എൻ പോയിൻറ്റ്സ് പി പ്ലസ് ലാംഡ 1എയും പി പ്ലസ് ലാംഡ 2എയും. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നോമാണ്. സോ നോം ഓഫ് പി പ്ലസ് ലാംഡ 2a മൈനസ് പി പ്ലസ് ലാംഡ 1a ചെയ്താൽ നിങ്ങൾക്ക് ആ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് കിട്ടും. വിച്ച് ഈസ് പി മൈനസ് പി ക്യാൻസൽ ചെയ്തു, ലാംഡ 2 മൈനസ് ലാംഡ 1 ഓഫ് എ. അതിൽ ലാംഡ 2 മൈനസ് ലാംഡ 1 എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ്. സോ നോമിൽ അത് മോഡ്ലെസ് ആയിട്ട് പുറത്തോട്ട് വരുന്നു. മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 ഇൻറ്റു നോം എ. നോം എ എന്ന് പറയുന്നത് എ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് നോം എ 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ 2 മൈനസ് ലാംഡ. ഇനി ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഇമേജ് അണ്ടർ ടി കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ടി ഓഫ് പി പ്ലസ് ലാംഡ 1 ലാംഡ എയും ടി ഓഫ് പി പ്ലസ് ലാംഡ 2 ലാംഡ എയും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത്, ആ ഇമേജ് സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി നോം ഓഫ് ടി ഓഫ് പി പ്ലസ് ലാംഡ 2a എ എ മൈനസ് ടി ഓഫ് പി പ്ലസ് ലാംഡ 1 എ എ കൺസിഡർ ചെയ്യാം. ടി ഓഫ് പിയും ക്യാൻസലായി. ലാംഡ 2 മൈനസ് ലാംഡ 1 സ്കാലാർ, അതിൻ്റെ മോഡുലസ് പുറത്തേക്ക് വന്നു. ബാക്കിയുള്ളത് നോം ഓഫ് എ എ ആണ്. എ എ എന്ന് പറയുന്നത് ഒരു നോം ആണ്. സോ ദാറ്റ്സ് എ സ്കാലർ ക്വാണ്ടിറ്റി. സോ നമ്മളെ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത്, ഒറിജിനൽ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 ആണ്. അതിന്റെ ഇമേജിന്റെ ലെങ്ത് മോഡ് ലാംഡ 2 മൈനസ് ലാംഡ 1 ഇൻറ്റു നോം എ എ. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് പറയാം ലെങ്ത് ആർ സ്ട്രെച്ച്ഡ് ബൈ ദി ഫാക്ടർ നോം എ എ. ഈ ഫാക്ടർ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന എനെ മാത്രമാണ്. സോ എക്ക് പാരലൽ ആയിട്ടുള്ള ഏത് ലൈനിലുള്ള സെഗ്മെന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫാക്ടർ സെയിം ആയിരിക്കും. സോ നമുക്ക് പറയാം റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് പാരലൽ ലൈൻസ് ആർ പ്രിസർവ്ഡ് ബൈ ടി എന്ന് പറയാം. സോ പാരലൽ ലൈൻസിന് ശരിയാണെങ്കിൽ ഓരോ ലൈൻസും അതിനോട് തന്നെ പാരലൽ ആയതുകൊണ്ട് ഈ നമുക്ക് പറയാം അഫൈൻ ട്രാൻസ്ഫർമേഷൻ പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് എ ഗിവൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയൻ തിയറം ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓരോ സൈഡും എടുത്തിട്ട് ആ സൈഡിൻ്റെ മിഡ് പോയിന്റും ഓപ്പോസിറ്റ് വെർട്ടെക്സും കൂടി ജോയിൻ ചെയ്യുന്ന ആ ലൈൻ സെഗ്മെൻറ്റിനെയാണ്
അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ സൈഡിനും മീഡിയൻ ഉണ്ടാവും. ഈ മീഡിയൻ തിയറം പറയുന്നത് ഏത് ട്രയാങ്കിളിൻ്റെ മീഡിയൻസ് കൺകറൻ്റ് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ പോയിന്റിൽ മൂന്ന് ഒരു ട്രയാങ്കിളിന് 3 മീഡിയൻസ് ഉണ്ടാവും. ഈ 3 മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. അഥവാ ഈ 3 ലൈൻസും കൺകറൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ കേസിൽ ഇത് പ്രൂവ് ചെയ്യും. എന്നിട്ട് ആ വഴിക്ക് തന്നെ നമ്മൾ പോയിട്ട് ജനറൽ കേസിൽ പ്രൂവ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ മീഡിയൻസ് കൺകറൻ്റ് ആണെന്ന് ആദ്യം കാണിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു മീഡിയൻ കൺസിഡർ ചെയ്യുക എ പി. എന്നിട്ട് ഈ ഒരു എ ബി സി എന്നുള്ള ട്രയാങ്കിൾ വിത്ത് മീഡിയൻസ് എ പി ബി ക്യു ആൻഡ് സി ആർ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ ബി സിൻ്റെ 3 സൈഡ്സിനും ലെങ്ത് ഈക്വൽ ആണ്, ഇക്വിലാറ്ററൽ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈൻ, ഈ എ പി എന്ന് പറയുന്ന ലൈനിന് എബൌട്ട് ആയിട്ടുള്ള സിമെട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 സൈഡിലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാകുക. ദാറ്റ് മീൻസ് ഈ ബി ക്യു എന്ന് പറയുന്ന ലൈന് സി ആർ എന്ന് പറയുന്ന ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ലൈൻ എ പിയിൽ തന്നെ ആയിരിക്കും. കാരണം the point at which BQ meets CR must be symmetrically placed with respect to this line. So it must lie on the line AP. So നമുക്ക് പറയാം ഈ 3 ലൈൻസും കൺകറൻ്റ് ആണ് എന്ന്. ഇക്വിലാറ്ററൽ ആവുന്ന കേസ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ മീഡിയൻസ് ഓഫ് എനി ട്രയാങ്കിൾ ആർ കൺകറൻ്റ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസൾട്ടാണ്. അതായത് ഏതൊരു ആർബിട്രറി ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ മീഡിയൻസ് കൺകറൻ്റ് ആണ് എന്നാണ്, അല്ലെങ്കിൽ മീഡിയൻസ് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മിഡ് പോയിന്റ് പി ക്യു ആർ, ഓരോ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് പി ക്യു ആറും കൺസിഡർ ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ മിഡ് പോയിന്റ്സ് ബി ഡാഷ് സി ഡാഷിൻ്റെ മിഡ് പോയിന്റ് പി, സി ഡാഷ് എ ഡാഷിൻ്റെ മിഡ് പോയിന്റ് ക്യൂ ഡാഷ്, ബി ഡാഷ് എ ഡാഷിൻ്റെ മിഡ് പോയിന്റ് ആർ ഡാഷ്. ഈ രീതിയിൽ മിഡ് പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഇനി നമ്മളെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അഫൈൻ ജോമെട്രി നമ്മൾ പറഞ്ഞിരുന്നു, there is an affine transformation T which maps a triangle to another triangle. So നമുക്ക് ഒരു അഫൈൻ ട്രാൻസ്ഫർമേഷൻ കിട്ടും. അത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിനെ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്നുള്ള ട്രയാങ്കിളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു അഫൈൻ മാപ്പ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. നമുക്കറിയാം അഫൈൻ ട്രാൻസ്ഫർമേഷൻ പ്രിസർവ്സ് റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് എ ലൈൻ ആണ്. സോ ഈ പി ക്യു ആർ ഇതിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് ടി മാപ്സ് ദി മിഡ് പോയിന്റ് പി ക്യു ആൻഡ് ആർ ടു ദി മിഡ് പോയിന്റ്സ് പി ഡാഷ് ക്യൂ ഡാഷ് ആൻഡ് ആർ ഡാഷ് റെസ്പെക്റ്റീവ്ലി. കാരണം റേഷ്യോ ഓഫ് ലെങ്ത് അലോങ് ലൈൻസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇവിടെ പി ഇതിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ പി ക്യു ആർ ഇവയുടെ ഓരോ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷും ഇതുപോലെ മിഡ് പോയിന്റ്സ് ആയിരിക്കും. ഇനി നമുക്കറിയാം നേരത്തെ ഡിസ്കഷനിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ മീഡിയൻസ് കൺകറൻ്റ് ആണെന്ന് നമുക്കറിയാം. അതായത് മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ് ആണെന്ന് അറിയാം. സോ അതായത് നമുക്ക് കിട്ടുന്നത് എ ഡാഷ് പി ഡാഷ് ബി ഡാഷ് ക്യൂ ഡാഷ് സി ഡാഷ് ആർ ഡാഷ്, ഈ 3 മീഡിയൻസും ഒരു സിംഗിൾ പോയിന്റ് സേ എക്സ് ഡാഷിൽ മീറ്റ് ചെയ്യുന്ന നമുക്ക് നേരത്തെ ഡിസ്കഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഫൈൻ ട്രാൻസ്ഫർമേഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ കൺസിഡർ ചെയ്യുക. ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷനും അഫൈൻ ആണ്. ഇൻവേഴ്സ് മാപ്പ് എന്ത് ചെയ്യും, ഈ മീഡിയൻസ് എ ഡാഷ്
ബി ഡാഷിനെ തിരിച്ച് എ പിയിലേക്ക് മാപ്പ് ചെയ്യും. എ പി എന്ന് പറയുന്ന മീഡിയനിലേക്ക് മാപ്പ് ചെയ്യും. ബി ഡാഷ് ക്യൂവിനെ ബി ക്യൂ എന്ന് പറയുന്ന മീഡിയനിലേക്ക് മാപ്പ് ചെയ്യും. സി ഡാഷ് ആർ ഡാഷിനെ സി ആർ എന്ന് പറയുന്ന മീഡിയനിലേക്ക് മാപ്പ് ചെയ്യും. ഈ എക്സ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഈ 3 ലൈനിലും കിടക്കുന്നതുകൊണ്ട് ആ എക്സ് ഡാഷിന്റെ അണ്ടർ ടി ഇൻവേഴ്സ് ഇതിനൊരു മാപ്പ് ഒരു പോയിന്റ് ഉണ്ടാവും. എക്സിലേക്ക് മാപ്പ് ചെയ്യും. ആ എക്സ് എ പി ബി ക്യു സി ആർ ഈ 3 ലൈനിലും കിടക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ എ ബി സി ആർ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ കൺകറന്റ്, അല്ലെങ്കിൽ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ് എന്ന് കിട്ടും. സോ നമ്മൾ ആർബിട്രറി ട്രയാങ്കിളിന്റെ കേസിൽ മീഡിയൻ തിയറം പ്രൂവ് ചെയ്തു. ഇതിലെ പ്രൂഫിൽ നമ്മൾ യൂസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഓൾ ട്രയാങ്കിൾസ് ആർ അഫൈൻ കോൺഗ്രുവന്റ്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കിള് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിന്റെ കേസിൽ ആദ്യം തിയറം പറയും. അതിനുശേഷം ഈ അഫൈൻ ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ട്രയാങ്കിൾസിനും ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന് സ്റ്റേറ്റ് ചെയ്യും.